നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നല്ലേ? ആഹാ, നമുക്ക് പോണ്ടേ? ഇവിടെ വാടി, അവിടെ വെടിയും പോകാൻ തീർന്ന്. വേഗം വീട്ടിൽ പോട്ടാ. വെൽഡൻ ഷമീർ, വെൽഡൻ. മറുനാടൻ ഭീകരന്മാർ ശശി, പിന്നെ നീലക്കൊടുവിൽ. ഇല്ലാത്ത വസ്തുക്കളുടെ പേര് പറഞ്ഞു നടക്കുന്ന മാഫിയ. ഞാൻ പത്രക്കാരുടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. തൊണ്ടി അവരുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യണം, പ്രത്യേകിച്ച് കൊടുവേലി. നമ്മുടെ തുരുപ്പാണിത്. ഒറ്റ ഒരെണ്ണം ഇനി പുറലാൻ കാണില്ല. പെട്ട് തുറക്ക്. ഇത് ചാണകമല്ലേ? യെസ് സാർ, ചാണകം. You idiot! You are suspended. എന്തായാലും പിങ്കിയെ കിട്ടിയത് ഭാഗ്യേ. കാട്ടിപ്പോ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു പാവം. എന്നൊക്കെ ആയിരുന്നോ അത്? വെടിയും പുകയും. നാളെ തന്നെ ഈ കുന്തത്തിന് ആ മേനാകാന്തന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് വേണം ഒന്ന് മനസമാധാനത്തോടെ ഇരിക്കാൻ. ഹലോ, നമ്മുടെ റോഹിത്ത ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. എടാ ഒന്ന് ഉറക്കെ പറ. ആ പെണ്ണും പിള്ളേനെ അവര് വളർത്തുന്ന രാക്ഷസ പട്ടി കടിച്ച് മേനകാന്തിന് പേളകിന്നാ തോന്നണേ. നിങ്ങൾ ഇനി ഒരു കോടതിയിൽ വരണ്ട. നീ എന്താടാ കരുതിയത്? 4 ഉമ്മാക്കി തോക്കേണ്ട കേസിൽ ഡുഡുവിനെ പിടിച്ച് അകത്തിടുന്ന കള്ള പട്ടി തെണ്ടി എന്നെ പൊന്നൂടെ എന്നെ കൊല്ലൂടെ. തൊണ്ടിയില്ലാതെ കേസില്ല. എവിടെയാടാ നീ അടിച്ചോണ്ട് എന്റെ നീലക്കുയിൽ? നീലക്കൊടുവേലി. നീലക്കൊടുവേലി പിന്നെ ആ കരിഞ്ഞ ഡൂഡിന്റെ ബോസിന് ഉമിനീര് ചേർത്ത് കൊടുവേലി സ്വന്തമാക്കണം പോലും. നിന്നെയൊക്കെ തീറ്റിച്ച് തരാവടാ. അയാളെ പെട്ടി മാറിയ കാര്യം അറിയുമ്പോഴേക്കും ഞാനായിരിക്കും ഹൈറേഞ്ചിലെ പുതിയ സാത്താൻ സിംഹ, സാത്താൻ സോമൻ. ഇനി അവന്മാരെ അതിന്റെ പുറകെ നടക്കട്ടെ, മണ്ടന്മാരെ. അയാൾ പറഞ്ഞ സ്ഥലം ഏതാടാ? എനിക്കറിയാം സാറേ. ഇത്രയും കാട് കിടന്നിട്ടും ഇവന്മാരുടെ ഇടയിൽ കണ്ടുകൊണ്ട് വെക്കുന്നു എന്റെ കഷ്ടകാലം. വാരിക്കുഴി സോമൻ നിന്റെ തന്ത. അയ്യോ, ഞാൻ ഇതാണല്ലേ വാരിക്കുഴി. എന്റെ വാരി എല്ല് വരെ ഒടിഞ്ഞു വെട്ടി. അയ്യോ അയ്യോ അയ്യോടെ തിന്നലേടെ തിന്നല്ലേന്ന് കോടികളാണ്. ഉമിനീർ ചേർത്ത് സ്വന്തമാക്കണം. ഉമിനീർ ചേർത്ത് എന്നെ സ്വന്തമാക്കി ദുഷ്ടി. എന്റെ കൊടുവേലി. ബോസ്, ഹലോ. സാധനം ആട് തിന്ന്. വാട്ട്? ആട് തിന്നോ? ബ്രിങ് ദ ഗോഡ്. ഇനി ആടാണ് നീലക്കൊടുവേലി. അതുമായിട്ട് നീ ഇനി വന്നാ മതി. തോമാ, ആ സാധനം പോയതുപോലെ എന്റെ കഷ്ടകാലം തുടങ്ങി. കഞ്ചാവോട്ട പോലീസ് കത്തിച്ചു. എനിക്ക് ഡോളറും വേണ്ട, പുല്ലും വേണ്ട. എവിടെ ഉണ്ട് എന്റെ കൊടുവേലി? എടാ സോമ, കള്ള നായിന്റെ മോഞ്ച മോനെ, നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ തൊപ്പി തെറിച്ചു. നാട്ടുകാരെന്നെ പഞ്ഞി കിട്ടു. ഇനി എനിക്ക് ആ സാധനം വേണം. എവിടെടാ കൊടുവേലി? നിന്നെ ഞാൻ തിന്നാൻ പോണേണ്. ആട് ആട്
ഇപ്പൊ സുന്ദരിയായല്ലോ. എന്റെ പൊന്നു ഷാജിയേട്ടാ, നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിക്കും. ഈ പിരിമുറുക്കൊക്കെ ഒന്ന് കുറയട്ടെ. വന്നൊരു നല്ല തമാശ പറഞ്ഞാൽ പോലും നിങ്ങളിപ്പോ ചിരിക്കാറില്ല. ആ ഏതെങ്കിലും ഒരു ഏപ്പരാച്ചിനെ കെട്ടാനാന്ന് എനിക്കെന്നാ ആവായിരുന്നു. ആ എന്നെങ്കിലും ഞാൻ ഒരുത്തിനെ കാണും. അന്ന് ആരൊക്കെ എതിർത്താലും അവളെ പേര് ചൊല്ലി വിളിച്ച് ഞാൻ ഇറക്കിക്കൊണ്ടുവരും. അതെന്തിനാ പേര് ചൊല്ലി വിളിക്കുന്നത്? പിന്നല്ലാതെ അവളുടെ വീടിന്റെ പടി ചെന്നിട്ട് ജപ ജപ എന്ന് പറഞ്ഞാൽ അവളിങ്ങ് ഇറങ്ങി വരും. ഇനിയേ ആണ്ട ഈ സാധനത്തിനോട് കളഞ്ഞാലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ. ഐശ്വര്യ ഷാജിയേട്ടാ കളയല്ലേ? അതെ ഓടാ പന്നികളെ. ഇത്തിരി ഇല്ലാത്ത ഈ പീക്കിരി ആടിനെ അറക്കാൻ മേടിക്കുന്നതിന്റെ ലക്ഷണക്കേടാ. ഈ 1000 തന്നെ ഇത്തിരി കൂടുതലാ. ആയിക്കോട്ടെ, ഇങ്ങോട്ട് നടക്കാടെ. വാ പാവം. വാ വാ. എന്നാലും നിങ്ങൾ ഈ ദുഷ്ടത്തിനെ കാണിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഷാജിയേട്ടാ, നമ്മുടെ ഐശ്വര്യത്തിന് നിങ്ങൾ ഒരു 1000 രൂപയ്ക്ക് വിറ്റു ദുഃഖിക്കും. അത് ഉറപ്പാ. കരയണ്ട പോട്ടെ, കരയണ്ട. അതൊക്കെ അങ്ങോട്ട്. പറഞ്ഞ പോലെ ഷാജിയേട്ടൻ പേര് ചൊല്ലി വിളിച്ചപ്പോ പെണ്ണിറങ്ങി വരുന്നു. ആരാ അപ്പച്ച എന്നെ വിളിച്ചേ? കണ്ടാ ഐശ്വര്യം ഐശ്വര്യമാരും എന്നെ കണ്ടാ? ശരിയാണ്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി.